ഗൈസ്, ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ നമ്മുടെ വീടുകളിൽ വെക്കുന്ന ഒരു നീല കുറ്റി ഉണ്ടല്ലോ, വാട്ടർ പ്യൂരിഫയർ. അതിൻ്റെ 5 അടി പൊക്കമുള്ള പ്യൂരിഫയർ ഉണ്ട്, പുറത്ത് വെക്കുന്നതാണ്. അതിൻ്റെ പ്യൂരിഫൈ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറിയാവുന്നവരത് ക്ഷമിച്ചേക്കാം, അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീടുകളിലും ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അഴുക്കിൻ്റെ കാഠിന്യം ഉണ്ടാവും. നല്ല അഴുക്കുള്ള വെള്ളമാണെങ്കിൽ 3-4 ദിവസത്തിലൊരിക്കൽ നമ്മൾ ഈ ഒരു പ്യൂരിഫയർ ക്ലിയർ ചെയ്യേണ്ടി വരും. അതേമാതിരി അഴുക്ക് കുറഞ്ഞ ഏരിയയിലാണെങ്കിൽ ഒരാഴ്ച, 1.5 ആഴ്ച, 2 ആഴ്ച അതിനുള്ളിൽ നമ്മളിത് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ എയർ കയറാണ്ട് നോക്കണം. എയർ കയറിക്കഴിഞ്ഞാൽ വെള്ളം വരാനുള്ള സാധ്യത വളരെ കുറയും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്ക് വാട്ടർ പരിപാടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എയറും കളഞ്ഞ് ക്ലിയറായിട്ട് വെള്ളം വരുന്ന രീതിയിലേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പലർക്കും ഇത് അറിയാൻ പാടില്ല. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ടെക്നീഷ്യൻസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് പഠിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ്, ഞാനപ്പോൾ ഇതേമാതിരി ഒരു വാട്ടർ ഫിൽറ്റർ വെച്ചിരിക്കുന്ന വീടുകളിൽ ഇതിൻ്റെ ബാക്ക് വാഷ് ചെയ്യുന്ന കാര്യം വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അറിയാവുന്നവർ ഒന്ന് ദയവായി ക്ഷമിക്കുക. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ. അപ്പം നമ്മളുടെ വാൽവ് ഇതേമാതിരി ഓണിൽ കിടക്കുകയായിരിക്കും. നമ്മൾ ആദ്യം ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫിൽറ്റർ എന്ന് പറഞ്ഞതുണ്ട്, ഇത് ഞെക്കിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ബാക്ക് വാഷിലേക്ക് ഇടുക. എന്നിട്ട് ഈ വാൽവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ശരിക്കും അഴുക്ക് വെള്ളം നല്ല മെനക്ക് ഈ ഫിൽറ്റർ ചെയ്യുന്നുള്ളത് ബാക്ക് വാഷിലൂടെ പുറത്തോട്ട് പോകും. അതൊരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഇത്തിരി ലൈറ്റ് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ കിണറിലുള്ള വെള്ളത്തിൻ്റെ അതേ സെയിം കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ വാൽവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മളിത് നേരെ റിങ്സിലേക്ക് ഇടുക. ഞെക്കി പിടിച്ചിട്ട് റിങ്സിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇത് ഓണാക്കുക. ഓണാക്കിയിട്ട് നമ്മൾ നോക്കുക വെള്ളം ഏത് ലെവലിലാണ് പോകുന്നത്. കളറ് അത്യാവശ്യം നല്ല വൈറ്റിലാണ്, നല്ല ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് വെള്ളം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നീട് വീണ്ടും ഈ വാൽവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് ഞെക്കി പിടിച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ നേരെ ഫിൽറ്ററിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ഇത് ഓൺ ചെയ്തിടാം. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അറിയാവുന്നവർ ഇത് വിട്ടേക്കുക. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, താങ്ക് യു.